വീണ്ടും ഹനോയിലെത്തി. വേറൊരു എയർബിഎൻബിയിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. നല്ല ടയേർഡാണ്. സാപ്പേന്ന് 5 to 6 hours എടുത്തു. ഇവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ കുറച്ച് ഡിലേ വന്നു. അപ്പം ഇതാണ് നമ്മുടെ ഇവിടുത്തെ എയർബിഎൻബി. പക്ഷെ എയർബിഎൻബി അയ്യോ ചെറിയ പൈസക്ക് ഇതൊരു അടിപൊളി എയർബിഎൻബി ആണ്. ഇത് കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കിച്ചൺ, അതും നല്ല ഇങ്ങനെ ഒരു പോഷ് ഏരിയയിലൊക്കെയാണ് ഈ അപ്പാർട്ട്മെന്റ്. അവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി വ്യൂ ഒന്നും ഇപ്പം കാണില്ല ഒന്ന് തോന്നുന്നു. സ്വാൻ ലേക്ക് എന്തോ അതൊന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. ഇതാണ് ബാൽക്കണി വ്യൂ. ഇതാണ് ബാൽക്കണി. ഇതൊന്നും നമുക്ക് കാര്യമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നാളെ രാവിലെ 6 മണിയാകുമ്പോൾ നമുക്ക് ഹലോങ് ബേ ക്രൂസ് ഉണ്ട്. അപ്പം 6 മണിയാകുമ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് പോകണം. സോ ഇവിടെ ഒരു ഡൈനിങ് ടേബിൾ, ഇവിടെ ഒരു റൂം, ഇവിടെ ഒരു റൂമുണ്ട്. വാർഡ്രോബും കാര്യങ്ങളും കേട്ട് വിത്ത് നൈസ് വ്യൂ റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ അനദർ റൂം. ഇവിടെ വാർഡ്രോബ് ഐ തിങ്ക്. ഇവിടെ ഒരു വാഷ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനും കാര്യങ്ങളും തുണി ഉണക്കാനുള്ള സെറ്റപ്പും എല്ലാം ഉണ്ട്. അത് ഇവിടെ ആയിട്ട് ടോയ്ലറ്റ്, നല്ല സെറ്റപ്പ് ടോയ്ലറ്റ്. ഇവൻ ബാത്ത് ടബ് വരെ ഉണ്ട് കേട്ടോ. ഒരു ഗസ്റ്റ് ടോയ്ലറ്റ് പോലെ ഇവിടെ ഒരു സംഭവം കൂടെ ഉണ്ട് കേട്ടോ. സൂപ്പർ. 135 റിയാൽസിന് ഇത് ലക്ഷറിയാണ് കേട്ടോ. സൂപ്പർ പൊളിച്ച്. അപ്പം ഞാൻ വിയറ്റ്നാമിൽ വരുന്ന നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ ഞാൻ ഷെയർ ചെയ്ത് തരാം. പക്ഷെ കുറച്ച് സിറ്റിയിൽ നിന്നൊക്കെ കുറച്ച് ദൂരെയാണ് ഈ സ്ഥലം. അങ്ങനെ ഒരു സംഭവം കൂടെ മനസ്സിൽ വെക്കുക. എനിവേ ഇതാണ് ഇന്നത്തെ നമ്മുടെ എയർബിഎൻബി സ്റ്റേ. ആൻഡ് നാളെ 6 മണിയാകുമ്പോൾ നമ്മളൊന്ന് ചെക്ക് ഔട്ട് ചെയ്യും ടു ഹലോങ് ബേ. ഗുഡ് മോർണിംഗ് ഫ്രം ഹനോയ് അഗെയിൻ. അപ്പം നമ്മൾ ഇപ്പം ഇന്ന് ഹനോയിൽ ആ വീട് ചെക്ക് ഔട്ട് ചെയ്യാണ്. ഹലോങ് ബേയിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് രാവിലെ ആ ബാൽക്കണി വ്യൂ ഒന്ന് കാണിച്ചു തരാമെന്ന് വച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ രാവിലത്തെ വ്യൂ ഫ്രം ദ ബാൽക്കണി. ഒയ്യോ എന്താ രസമല്ലേ. വിയറ്റ്നാം ഇത്രയും പൊളി സ്ഥലമാണെന്ന് ഐ നെവർ തോട്ട്. ഹലോങ് ബേ ടൂറാണ് നമ്മൾ. അപ്പോൾ ഹലോങ് ബേ വിശേഷങ്ങൾ ഇന്ന് കാണിച്ചു തരാം. എല്ലാവരും നല്ല ടയേർഡാണ്. എൻ്റെ കൂട്ടത്തിൽ എനിക്ക് വയ്യ, ചുമ, ജലദോഷം, തൊണ്ടവേദന എല്ലാം ഉണ്ട്. ബട്ട് നെവർ മൈൻഡ്, പോണടത്തോളം പോട്ടെ എന്ന രീതിയിൽ ഓടുകയാണ്. വിയറ്റ്നാമിൽ ഇങ്ങനൊരു സെറ്റപ്പും കൂടെ ഉണ്ട് കേട്ടോ. നോക്കിയേ, ഹൈ റൈസ് അപ്പാർട്ട്മെന്റ്സും. ഇവിടെയാണ് നമ്മൾ താമസിച്ച ഈ ബിൽഡിങ്ങിൽ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 8th ഫ്ലോറിലാണ് നമ്മൾ താമസിച്ചത്. ഒരു പോഷ് ഏരിയ ഇതാണ്. ഇവിടുത്തെ ഇങ്ങനെ താഴെയൊക്കെ കടകളാണ്. ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ താഴെയൊക്കെ റെസ്റ്റോറൻറ്റ്സ്, സലൂൺസ്, അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ട്. പൊളി വൈബ്. നമ്മളിനി ഇവിടെ നിന്നൊരു ഗ്രാബ് എടുത്തിട്ട് നമ്മുടെ ലിമോസിൻ ബസ് പിടിക്കാൻ പോകണം. അതിനുവേണ്ടി നമ്മൾ ഗ്രാബ് എടുക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. ആരൊക്കെ ക്രൂസിന് പോകാൻ എക്സൈറ്റഡാ? Me also, first time. Same pitch. നമ്മൾ ഹലോങ് എത്താറായി. ഇനി ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഉൾവശം ഓഫ് ദ VIP ലിമോസിൻ. ഞാൻ ഇതിൻ്റെ പുറം വശം പറ്റുമെങ്കിൽ കാണിച്ചു തരാം. നോക്കത്തില്ല, എന്തെല്ലാം സുഖകരമാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി. എത്താറായി. ഇനി 20 മിനിറ്റ്സും കൂടെ എന്തുണ്ട്. പിന്നെ ഹലോങ്ങിൻ്റെ ഇൻ്റർനാഷണൽ ക്രൂസ് പോർട്ടിൽ വേണം എത്താൻ. സോ ഓക്കെ, ബാക്കി അവിടെ എത്തിയിട്ട് നോക്കിയാൽ നല്ല ലെഗ് സ്പേസ്, നല്ലൊരു കംഫർട്ടബിൾ സീറ്റും, നമുക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ആ ലോങ് ട്രാവലിൻ്റെ ഒരു ബുദ്ധിമുട്ടൊട്ടും ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ ദിസ് ഇസ് ശരിക്കും നല്ലൊരു ഓപ്ഷനാണ്. ഒരു ലിമോസിൻ ബസ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു VIP ലിമോസിൻ ബസ്. നമ്മൾ VIP സീറ്റ് കുറച്ചൊരു ചെറിയൊരു എമൗണ്ട് എക്സ്ട്രാ കൊടുക്കണം. ഈ ഒരു ഫ്രണ്ടിൽ ഈ 4 സീറ്റ് കിട്ടാനായിട്ട്.
കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്. ഓക്കെ, സുഖമായിട്ട് ഇങ്ങനെ കിടന്നോട്ടെ, സ്പേസും എല്ലാം കൊണ്ട്. ഇതാണ് കേട്ടാ, ഇതാണ് ഞാൻ പറഞ്ഞ ലിമോസിൻ. ഹലോംബേ ക്രൂസ് പോർട്ടിലാണ്. ഇപ്പോൾ നമ്മളിന്ന് ഡോൾഫിൻ ക്രൂസാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ വെയിറ്റിംഗ് ഏരിയയാണ് ഇവിടെ. ഇവിടുന്ന് ഒരു 10 മണിയാകുമ്പം 10 മണിയായി. 10 മണിക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ട് 5:30 ആകുമ്പോൾ തിരിച്ചെത്തും. എന്തൊക്കെയോ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നിവിടെ ഒരു Airbnb വേറെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യും. നാളെ നമ്മൾ നേരെ ഹനോയ് എയർപോർട്ട് ആൻഡ് ദെൻ ടു ദനാ ആണ് നമ്മുടെ പ്ലാൻ. ഇതുങ്ങളെല്ലാം ബാക്കിൽ കയറി, എന്നെ മാത്രം ആരും കിട്ടിയില്ല. ഇവിടെ നിന്ന് നമ്മൾ കേട്ടോ ഈ ഹലോംബേ ഒരു രക്ഷയില്ല. ഇത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. ഇതാണ് ഞാൻ പറയുന്നത്. വിയറ്റ്നാമിലെ ഓരോ സ്ഥലങ്ങളും ഇറ്റ്സ് എ ബിഗ് സർപ്രൈസ്. ഓരോന്നും ഒന്നിനൊന്നിനൊന്നിനൊന്നിനും ഇഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഐ മീൻ ഏതാ ഇപ്പം ഏറ്റവും ഭംഗിയുള്ള സ്ഥലമെന്ന് ചോദിച്ചാൽ നോ ഐഡിയ. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആണ് നമ്മൾ പോകുന്ന ക്രൂസ്. പിന്നെ വെൽക്കം കോഫി ഉണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ സീറ്റ്. ഏറ്റവും ടോപ്പ് ഫ്ലോർ ഓഫ് ദ ക്രൂസ് അല്ലേ? ഇതാണ് ഏറ്റവും ഇവിടെ ഒരു ജക്കൂസി സ്വിമ്മിംഗ് പൂളുണ്ട്. ഇതാണ് ഹലോങ് ബേ ഓഫ് വിയറ്റ്നാം. Look at that. പൊളി. ഊഞ്ഞാലാടേണ്ടവർക്ക് ഊഞ്ഞാലാടാം. ഇങ്ങനത്തെ സീറ്റ്സ് ഉണ്ട്. നോക്കിയ ആ ഒരു ജയന്റ് വീല്, അതിലിരുന്ന് പോകുന്ന ഒരു എക്സ്പീരിയൻസ് അയ്യോ പൊളിയായിരിക്കും കേട്ടാ. Get the view. എൻ്റെ അമ്മേ പൊളി. എന്താ പറയാ, ബ്യൂട്ടിഫുൾ ഒന്നും പോരാ, ഇതിൻ്റെയൊക്കെ മേലെ 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 അത്രയും ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ നമ്മൾ ക്രൂസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 11 മണിക്കാണ് ഇവിടുന്ന് ക്രൂസ് പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഐറ്റിനറി ഒക്കെ നോക്കിയായിരുന്നു. സോ ഇതിൽ 3 കാര്യങ്ങൾ ഇൻക്ലൂസീവാണ്. ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വെൽക്കം ഡ്രിങ്ക് ഇൻക്ലൂസീവ്, ബൂഫേ, സെറ്റ് മെനു, ലഞ്ച്, ഇത് ഇൻക്ലൂസീവാണ്. പിന്നെ എൻട്രൻസ് ഫീ, സൈറ്റ് സീയിങ് ഫീ ഒക്കെ ഇൻക്ലൂസീവാണ്. പിന്നെ നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടൂർ ഗൈഡ് ഉണ്ടാവും. പിന്നെ ഒരു സൺസെറ്റ് കാനപ്പി പാർട്ടി ഉണ്ട് പൂൾ സൈഡിൽ, അത് ഇൻക്ലൂസീവാണ്. പിന്നെ എൻജോയ് ദ 4 സീസൺ സ്വിമ്മിംഗ് പൂൾ ആൻഡ് ജക്കൂസി എക്സ്പീരിയൻസ്. ഓക്കെ, സോ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂസീവാണ്. എക്സ്ക്ലൂഷൻസ് ഡ്രിങ്ക്സ് എക്സ്ക്ലൂസീവാണ്. സ്പാ, പിന്നെ വിസ, അക്കോമഡേഷൻ, കയാക്കിംഗ്. ഈ കയാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, എന്താണ് ലുവോൺ കേവ്. ലുവോൺ കേവിൽ പോകുമ്പം നമ്മളൊരു ബാംബൂ ബോട്ടിലായിരിക്കും. ബാംബൂ ബോട്ട് ചിലർ അതിലൊരു ചെറിയൊരു ഓറഞ്ച് കൈൻഡ് ഓഫ് കയാക്കിംഗ് ബോട്ടുണ്ട്. അതെടുക്കണമെങ്കിൽ അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. ഓക്കെ, അതിന് കയാക്കിങ്ങിന് $460 ആണ് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അതർവൈസ് ഇതൊക്കെ ഇതിൽ ഇൻക്ലൂസീവാണ്. പെർഫെക്റ്റ്. ഇത് രാവിലെ 10:30 തുടങ്ങി എൻഡ് ചെയ്യുന്നത് വൈകിട്ട് 5:45 ആകുമ്പോൾ നമ്മൾ തിരിച്ചെത്തും. ഇതാണ് ഇതിൻ്റെ ഒരു ഐറ്റിനറി. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ അവരെ കോൺടാക്ട്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യും, ഞാൻ അയച്ചുതരാം. ഞാനിതൊരു വേറെ ഒരു ടൂർ ഓപ്പറേറ്റേഴ്സിൻ്റെ നിന്നാണ് ഞാനിത് ബുക്ക് ചെയ്തത്. ഓക്കെ, സോ അതാണ്.
അവിടെ ഒരാൾ ആകാശത്ത് പറന്നു നടപ്പുണ്ട്, ഹാപ്പിയായി. അതെ, ആ തണുപ്പും ആ മൂടൽമഞ്ഞൊക്കെ മാറി ആകാശമൊക്കെ അങ്ങോട്ട് തെളിഞ്ഞു. പൊളി ഫുഡ് കേട്ടോ. ക്രിസ്മസ് ആയിട്ട് ബ്രെഡും ഒക്കെ കിട്ടിയില്ല എന്നുള്ള വിഷമം കിടന്നായിരുന്നു. അതൊക്കെ എല്ലാം ബ്രെഡും പൊളി ചിക്കൻ പൊളി പൊളി. കൂടെ ഒരു കരിക്കും, കൂടെ ഒരു കരിക്കും പൊളിക്കും. കപ്പലിൽ നിന്ന് മറ്റു ബോട്ടിലേക്ക് ഏറ്റിരിക്കുകയാണ്. നമ്മൾ സൺ കേവിൽ പോവാ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഭഗവാൻ മായ ഒരു കേവി പോണം. 700 സ്റ്റെപ്സ് ഉണ്ട്. അതാണ് അടുത്ത പരിപാടിക്ക് പോയി നോക്കാം. Everyone, please wait a bit for the others. But if you don't want to wait for the group, then you can go into the front. You can go to the front. You can explore the cave yourself. നമുക്കൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ഗൈഡ് ഉണ്ടെന്ന് നമ്മുടെ കൂടെ. Go from here, go up there, go inside the mountain, go out there, go down, and കേട്ടോ. ഇതിനകത്തേക്ക്, ഈ കേവിന്റെ അകത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. നമ്മുടെ കൂടെ ബാദ്ഷയുണ്ട്. ബാദ്ഷയെ പോലെ ഒരാള്, നമ്മൾ അയാൾക്ക് ബാദ്ഷ എന്ന് പേരിട്ട്. സർപ്രൈസ് കേവ്. ഇത് വലിയൊരു കേവാണ്. എന്തോ 700 സ്റ്റെപ്സ് എന്തോ 1 കിലോമീറ്റർ എന്തോ ഉണ്ട്. സ്റ്റെപ്പ് കയറിയ ഒരു അവസ്ഥയാകാനുള്ള പോക്കാണ്. ഞാൻ പറഞ്ഞല്ലോ, വിയറ്റ്നാമീസിന് വലിയ തടിയും വണ്ണമൊന്നും ഇല്ലാത്തതിൻ്റെ രഹസ്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ എല്ലാം ഒരു മിനിമം 100 സ്റ്റെപ്പെങ്കിലും. അങ്ങനെ ആന സ്റ്റെപ്പ് തുറന്നില്ലല്ലോ. ഇതന്നെ ഇവിടെയാണ് ലോകയില് അവളെ വവ്വാലി അടിക്കുന്ന സ്ഥലം. ഇവിടെ വെച്ചിട്ടാണ് അവള് ഇമാതിരി ഗുണ്ടുകൾ അലക്കാൻ എന്റെ ഭാര്യ. ഇവിടെ വെച്ചിട്ടാണ് അവള് വാമ്പയർ ആവുന്നത്, നീലിയാവുന്നത്. ചിലപ്പോ എവിടെ എന്റെ വവ്വാൽ? കമോൺ, അതാ നോക്കിയേ. നിങ്ങൾ പറ, ഇതന്നെയല്ലേ ആ കേവ്? നോക്ക് കേവ്. പൊളി നോക്കത്. വാവ്, എന്തൊരു ഭംഗിയല്ലേ. ഇത്രയും വലിപ്പമുള്ളൊരു കേവ്, ബിലീവബിൾ ശരിക്കും. ഹലോ, എന്താ പറയാ? വിജൃംഭിതം. അതെ, എനിക്ക് പറയാനുള്ളത് അല്ലേ. പക്ഷെ എനിക്കൊരു അത്ഭുതമില്ല, ഞാൻ ഡെയിലി നിന്നല്ല കാണുന്നത്. നുണകൾ പറഞ്ഞാലും ജീവിക്കാൻ പറ്റുള്ളൂ എന്നറിയോ? ഇമ്മാതിരി നുണകളൊക്കെ പറഞ്ഞാലും ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അതാണ് എനിക്ക് നല്ലത്. വാട്ട് എ വണ്ടർ ഗൈസ്, ഒരു രക്ഷയില്ല. പൊളി സ്ഥലം, എന്തൊരു ഭംഗിയാ. വിയറ്റ്നാം ഉണ്ടല്ലോ, ഓരോ സ്റ്റെപ്പും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്. അതായത് എന്താ പറയാ, ഒരു രക്ഷയില്ല. വിയറ്റ്നാം സർപ്രൈസ് കേവ് അല്ല, സർപ്രൈസ് കൺട്രിയാണ്. ഇവിടെ ഉള്ളവരോട് അസൂയ ഒന്ന് ശരിക്കും. അതായത് അവർ ഓരോ വീക്കെൻഡ് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഇന്ന് ഹലോംബേ പോവാം, നമുക്ക് നാളെ സാപ്പേ പോവാം, അങ്ങനെ ആയിരിക്കൂലേ? എക്സ്ട്രീംലി ചീപ്പ്. അതാണ് നമ്മൾ ഇപ്പൊ ഖത്തർ, ഇപ്പൊ ഞാൻ ഇന്ത്യക്കാരായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്, ഖത്തറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വെരി ചീപ്പ്. നമുക്ക് ചിന്തിക്കാൻ കൂടിയുള്ള ഇതില്ല, അത്രയും ചീപ്പാണ്. അതെ, നമ്മൾ ഇന്നലെയൊക്കെ താമസിച്ച അതിനൊക്കെ ഒരു ദിവസത്തേക്ക് 135 റിയാല്. അത് റൂമൊക്കെ ഒന്ന് കാണാം. അതെ, ആ ലൊക്കാലിറ്റിയും. അതായത് നമ്മള് ഇപ്പൊ ഖത്തറിലുള്ളവർക്ക് പറയണെങ്കിൽ പോയി താമസിച്ച 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റ്. അതെ, സെയിം. അതിനാണ് 135 റിയാൽ ഒരു നൈറ്റ്. സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അടിപൊളി കേട്ടാ. സോ ഫാമിലി ആയിട്ട് ഒരു ബഡ്ജറ്റ് ട്രിപ്പൊക്കെ അടിപൊളി ലക്ഷറിയിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദ പ്ലേസ്. ഇങ്ങോട്ട് വന്നോളൂ, കണ്ണു മടിച്ചോളൂ. ഈ കാണുന്ന വലിയ ഗുഹ, ഇവിടെയാണ് നമ്മൾ പോയത്. അതിൻ്റെ പുറത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. നമുക്കൊരു കയാക്കിംഗ് ഉണ്ട്. നമ്മളൊരു ബാംബു ബോട്ടിൽ പോവും. ആ ഒരു സംഭവം ഒരു കയാക്കിംഗ് ആക്ടിവിറ്റിയാണ്. അപ്പോൾ കയാക്കിംഗ്, പ്രൊഫഷണലി കയാക്കിംഗ് അറിയുന്നവർക്ക്
കയാക്കിങ് എടുക്കാം. ഇല്ല, അടങ്ങി അവിടെ ഇരുന്നു. അപ്പം നമ്മളൊരു ബാംബു ബോട്ടിൽ ഗ്രൂപ്പ് ഓഫ് 14 to 15 പീപ്പിൾ അങ്ങനെയാണ്. അതാണ് നമ്മുടെ അടുത്ത ആക്ടിവിറ്റി. അപ്പം അങ്ങോട്ട് പോവാം. സോ നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഈസ് ബാംബു ബോട്ട് ആൻഡ് റാഫ്റ്റിംഗ്. യെസ്, അപ്പം അതിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംബു ബോട്ടിൽ കയറിയിട്ടൊരു ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് റൈഡുണ്ട്. അപ്പം നോക്കാം. അതാണ് നമ്മുടെ പരിപാടി. അങ്ങനെ നമ്മൾ ബാംബു ബോട്ടിൽ കയറി. നമ്മൾ 4 പേര് ഒരുമിച്ചാണ്. ഒരു ബോട്ടിൽ 11 പേർക്കിരിക്കാം. 12 to 15 പേർക്കിരിക്കാം. ഇതാണ് വ്യൂ. ഇവിടെ കൂടെ ഇങ്ങനെ തൊഴഞ്ഞ് പോകുന്ന ഗുഹ. അതിൻ്റെ പേരാണ് ഹാങ് ലുവ കേവ്. അതിൻ്റെ അകത്തോട്ടേക്കാണ് നമ്മളിപ്പോൾ കൊണ്ടിരിക്കുന്നത്. അയ്യവാ, പാട്ടൊക്കെ പാടി പോകുന്നുണ്ട് ആൾക്കാർ. നമുക്ക് വല്ല മലയാളി പാട്ട് യൂട്യൂബിലല്ലേ. എന്നാലും 2 വരി വ്യൂ ആഫ്റ്റർ ദ കേവ്. ഞാൻ ലഗൂണല്ലേ. വ്യൂ എല്ലാ വെക്കേഷനും വിയറ്റ്നാം വരാറ്. ഇപ്പൊ വേറെ സ്ഥലങ്ങളൊന്നും കാണണ്ടേ. വിയറ്റ്നാമിൽ എന്തായാലും തിരിച്ചു വരണം. മതിയായില്ല അല്ലേ? ഇനി ഉണ്ട് കുറേ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും. ഡെഫിനറ്റ്ലി കമ്മിങ് ബാക്ക്. പോയിട്ടേ ഇല്ലാത്ത സ്ഥലം. ഈ കയാക്കിങ്ങിന് പോകുന്നവരൊന്നും നമ്മുടെ ബോട്ടിൽ മുട്ടും. കുറേ വെള്ളത്തിന്റെ കയാക്കിങ്ങിന്റെ അകത്തേക്ക് വെള്ളം കയറി. എനിക്കൊന്ന് സ്വിമ്മിങ് അറിയുന്നവർ തന്നെ ഇത് ചെയ്യുക എന്ന് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. എങ്ങാനും വെള്ളത്തിൽ പോയാൽ നീന്താ അറിയണം. അതിൽ വെള്ളം കുടിക്കില്ല. നമ്മൾ ബാക്ക് ടു നമ്മുടെ ക്രൂസ് വന്നിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഒരു സൺസെറ്റ് പാർട്ടി നടക്കാണ്. DJ സെറ്റപ്പ് ഒക്കെ ആയിട്ട്. സോ ഇതിങ്ങനെ ഇനി 5:30 വരെ കണ്ടിന്യൂസ് ഈ പാർട്ടി ആയിരിക്കും വിത്ത് DJ ആൻഡ് മ്യൂസിക് ആൻഡ് ഓൾ ദാറ്റ് വൈബ്. അപ്പം അത് ഇതിങ്ങനെ പ്ലേ ചെയ്ത് നമ്മൾ 5:30 ആകുമ്പോൾ നമ്മൾ തിരിച്ചാക്കും പോർട്ടിൽ. അതാണ് അടിപൊളി ക്രൂസായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. അങ്ങനെ ഒരു അടിപൊളി ഡേ എന്താ പറയാ, ലൈഫിൽ ഇനി എന്നും മനസ്സിലൊരു മെമ്മറബിളായി കിടക്കാൻ പോകുന്ന ഒരു പൊളി ദിവസം. അടിപൊളി ക്രൂസായിരുന്നു. എന്താ പറയാ, അവരെ സർവീസ് ആയിക്കോട്ടെ, അവരെ ഫുഡ് ആയിക്കോട്ടെ, ഈ ഒരു ട്രിപ്പ് ആയിക്കോട്ടെ, ഈ ഒരു എക്സ്പീരിയൻസ്, അടിപൊളി DJ. പിന്നെ വേറൊരു ലൈഫ്, ഞാനൊരു പാരലൽ യൂണിവേഴ്സിൽ ജീവിക്കുന്ന ഒരു ഫീല്. സോ ഹാപ്പി. നല്ലൊരു തീരുമാനമായി പോയി. വിയറ്റ്നാമിൽ വരാൻ തീരുമാനിച്ചതും ഹലോപ്പേ ക്രൂസ് ബുക്ക് ചെയ്തതും ഒക്കെ ഒരു നല്ല തീരുമാനമായിട്ട് ഞാൻ എടുക്കുന്നു. സോ അതെ, ഇതാണ് എൻ്റെ ജേർണി ഓഫ് ഹലോപ്പേ ക്രൂസ്. ഞാൻ അബ്സല്യൂട്ട്ലി എൻജോയ് ചെയ്തു. നിങ്ങൾക്കും വന്ന് എൻജോയ് ചെയ്യണമെങ്കിൽ വരൂ, എൻജോയ്. അതെ, പൊളിക്കാം. ഈ വൈബ് മനസ്സിലാവണമെങ്കിൽ ഈ മാളത്തിൻ്റെ ഇടയിൽ സനുക്കാടെ ബർത്ത്ഡേ ആണ് January 3-ാം തീയതി. ഞാൻ ഇവിടെ ഈ ക്രൂസിൽ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുണ്ട്, ഒരു സർപ്രൈസ് കേക്ക് കട്ടിങ്. ഈ DJയുടെ ഇടയിൽ അവർ ജസ്റ്റ് ആളുടെ ഹാപ്പി ബർത്ത്ഡേ അനൗൺസ് ചെയ്തിട്ടൊരു കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതിനും കൂടെയാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കറിയില്ല, നമുക്ക് സർപ്രൈസ് ആക്കാം. ഓക്കെ.
Hi brother, where are you? We can do anything for cake. Happy birthday, bro. നമ്മുടെ അടുത്ത എയർബിഎൻബി. ഇതിപ്പോൾ നമ്മൾ ഹലോങ്ങിൽ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണ്. ഇതാണ് കയറുമ്പോൾ ഉള്ള ഒരു കിച്ചൺ ഏരിയ. ആൻഡ് ദെൻ ഇങ്ങോട്ടൊരു സിറ്റിംഗ് റൂമുണ്ട്, ചെറിയൊരു സിറ്റിംഗ്. ഇവിടെ നിന്ന് മേലേക്കൊരു റൂം, താഴേക്ക് വേറൊരു റൂം. ഇതാണ് ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ്. ഇതാണ് നമ്മളെ ബെഡ്റൂം. ബിഗ് 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 ബെഡ്റൂം വിത്ത് മിസ്റ്റർ പെരേര ഓൾറെഡി അവിടെ സീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇത് ഒരു ദിവസത്തേക്ക് 155 റിയാലാണ് ഞാൻ പേ ചെയ്തത്. 155 റിയാൽ എന്ന് പറയുമ്പോൾ നാട്ടിലെ 3000 രൂപ. അതിനാണ് ഈ ലക്ഷറി. പോളി ഗൈസ്, പോളി വിത്ത് ദിസ് വ്യൂ. രാവിലെ എൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. മേലേക്ക് കയറാൻ വയ്യ, മേലത്തെ ബെഡ്റൂം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഓക്കെ, കോഫി ട്രൈ ചെയ്തിട്ട് വലിയ ഇഷ്ടമായില്ല. ഞാൻ എന്തായാലും സോൾട്ടഡ് കോഫി പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ചായ അടിക്കുന്നു. കലങ്ങില്ല, കലങ്ങി. ആ മധുരം ഉപ്പും കൂടെ ഒരു ശരിക്കും കോഫി പേഴ്സണേ അല്ല കേട്ടോ. രാത്രി ഇനി ഉറക്കം വരുമോന്ന് അറിയത്തില്ല. പൊളിയല്ലേ? അതെ, നല്ല ഓക്കെ. ഗുഡ് മോർണിംഗ് ഫ്രം ഹലോങ് ബേ. ഇതാണ് നമ്മുടെ മോർണിംഗ് വ്യൂ കേട്ടോ. വ്യൂ ഹലോങ് ബേയും. ഇവിടെ കുറേ കൺസ്ട്രക്ഷൻ ഉണ്ട്, കുറേ വില്ലാസ് ഉണ്ട്. കാണുന്നുണ്ടോ അറിയില്ല. ഫ്രണ്ടിലായിട്ടൊരു പോഷ് സെറ്റപ്പ് ഉണ്ട്. പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ ഇത് കണ്ട, അവിടുത്തെ വില്ലാസ് 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 ഒക്കെയാണ്. ഇതൊക്കെ ചിലപ്പം എയർബിഎൻബി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. നോക്കിയേ ഹലോങ് ബേയുടെ ഒരു ഭംഗി നോക്കുക. സത്യം പറയാലോ, എനിക്ക് പോവാൻ തോന്നുന്നില്ല. അയ്യോ, എനിക്ക് പോണ്ട. അതാണ് എൻ്റെ അവസ്ഥ. ഇതാണ് നമ്മുടെ ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ്. മേലെയാണ് പിള്ളേർ കിടന്ന റൂം. ഇവിടെ നിന്ന് ഇങ്ങനെ മേലേക്ക് കയറണം. നമ്മൾ ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ എയർപോർട്ടിലാണ് കേട്ടോ. ഒന്ന് ഫ്ലൈറ്റ് എടുക്കുക, തന്നെ അങ്ങ് പോവാം. മേലത്തെ റൂമും കാര്യങ്ങളും കാണിച്ചു തരാം. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, ചെറിയ സോഫ സിറ്റിംഗ് ഏരിയ. അഗൈൻ ഇവിടെ നിന്നും വ്യൂ ആണ്. വ്യൂ ഫുൾ ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവമാണ്. ഇവിടെ ഒരു ഫുൾ
walk-in closet ഉണ്ട്. And then this is the bedroom. Okay. നല്ല closed toilet ആണ്. Bathtub. ഇന്ന് ഹലോങ് ബേയിനോട് ഗുഡ് ബൈ പറഞ്ഞിട്ട് നമ്മൾ ദനാങ്ങിലേക്ക് പോവാണ്. ഇവിടുത്തെ ടോയ്ലറ്റും അത്യാവശ്യം നോക്കിയേ. ഇതിനൊരു സ്പേസ്, കുളിക്കാനൊരു സ്പേസ്, ബാത്ടബ്, ഒരു രക്ഷയില്ല. ഈ ഹോട്ടൽ സെറ്റ് പോലത്തെ വലിയ. അപ്പോൾ നമുക്ക് ദനാങ്ങിൽ വെച്ച് കാണാം. ഓക്കേ, ചിലപ്പോൾ ഹനോയ് എയർപോർട്ടിൽ വെച്ച് കാണാം, അല്ലെങ്കിൽ നമുക്ക് ദനാങ്ങിൽ വെച്ച് കാണാം. ഓക്കെ.